ഹായ്. ഇന്ന് ധോണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനൊരു ധോണി ഫാനാണ്. കുറേ കൊല്ലമായിട്ട് CSK ഫാനും കൂടിയാണ്. അപ്പോൾ ധോണിയെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യം, വലിയൊരു കാര്യമല്ല, ഒരു ചെറിയ കാര്യം, വലിയൊരു കാര്യം. ഒരു പക്ഷേ കളിക്കുന്ന മെജോറിറ്റി പീപ്പിൾസും പറയണത് ഏറ്റവും കൂടുതൽ ഗെയിം അവയർനെസ് ഉള്ള ഒരു വ്യക്തിയാണ് ധോണി എന്നുള്ള. അതായത് ഗെയിമിനെ കുറിച്ച് അറ്റ് പ്രസൻറ്റ് ഗെയിമിൽ എന്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായി ഒബ്സർവ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത് ഗെയിം റീഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഏറ്റവും കൂടുതൽ എബിലിറ്റി ഉള്ള ഒരു പേഴ്സണാണ് ധോണി എന്ന് പറയാറുണ്ട്. കാരണം അതാണ് ആ വ്യക്തിയുടെ ക്യാപ്റ്റൻസി ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഈവൻ ആളുടെ ഫിനിഷിങ് സ്കില്ല് ഏറ്റവും ബെറ്റർ ആക്കുന്നത് ആ വ്യക്തിക്ക് ആ ഗെയിം റീഡ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഗെയിം റീഡ് ചെയ്യാൻ എബിലിറ്റി അയാൾ ഓപ്പണായിട്ട് ചില സിറ്റുവേഷനിൽ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു മാച്ചിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, മാച്ച് നടക്കുന്നത് 2013 2013 CSK vs SRH മാച്ചാണ് നടക്കുന്നത്. CSKക്ക് വിജയിക്കാൻ വേണ്ടത് 160 റണ്ണാണ്. അതായത് 20 ഓവറിൽ 160 റണ്ണ് വേണം. 15 ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് CSK 114 സംതിങ്, ആ ഒരു ഇതിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 114. ആ സമയത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയ്ൻ ബ്രാവോയും മഹേന്ദ്ര സിംഗ് ധോണിയുമാണ്, MS ധോണി. ഓക്കെ, അപ്പോൾ CSKക്ക് അവസാന 5 ഓവറിൽ വേണ്ടത് 46 റണ്ണാണ്. ഓക്കെ, 46 റണ്ണ് വേണം 5 ഓവർ. അപ്പോൾ ഈ 5 ഓവറിൽ 2 ഓവർ എറിയാൻ പോകുന്നത് ഡെയിൽ സ്റ്റെയിൻ ആയിരുന്നു. ഡെയിൽ സ്റ്റെയിൻ 2013 എന്ന് പറഞ്ഞാൽ പ്രൈം ടൈമാണ്. ഓക്കെ, അതായത് ആ സമയത്ത് ഡെയിൽ സ്റ്റെയിനെ തുടരുക പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള ടൈമാണ്. ഓക്കെ, കാരണം ഡെയിൽ സ്റ്റെയിൻ അറ്റ് ദ പ്രൈം എന്ന ലെവലാണ് 2013. അപ്പോൾ 5 ഓവറിൽ 46 റണ്ണ് വേണം. 46 റണ്ണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാറ്റർ അല്ല. കാരണം ഇപ്പോൾ 46 റണ്ണ് ചിലപ്പോൾ 3 ഓവറിൽ സ്കോർ ചെയ്യും, ചിലപ്പോൾ 2 ഓവറിൽ സ്കോർ ചെയ്യാം. പക്ഷേ 2013 5 ഓവറിൽ 46 റണ്ണ് എടുക്കുക പറഞ്ഞാൽ ഒരു വലിയ കാര്യമായിരുന്നു. ഓക്കെ, അതിന് ഓൾമോസ്റ്റ് 10 റൺ പെർ ഓവറാണ്. അത് മാത്രമല്ല, ആ 5 ഓവറിൽ 2 ഓവർ ചെയ്യാൻ വന്ന് ഈ വേൾഡിൽ തന്നെ ബെസ്റ്റ് ബൗളറും കൂടിയായിരുന്നു. ഓക്കെ, ഡെയിൽ സ്റ്റെയിൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ടീം എങ്ങനെ ടാർഗറ്റ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 ഓവർ, അതായത് ഡെയിൽ സ്റ്റെയിനെ അറിയാത്ത 3 ഓവറിൽ മറ്റുള്ള ബൗളേഴ്സ് ആയിരിക്കും ചെയ്യുക. അവർ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ആ 5 ഓവറിലുള്ള പ്ലാൻ. അപ്പോൾ 5 ഓവറിൽ 46 റണ്ണ് വേണം. അതിൽ 2 ഓവർ ഡെയിൽ സ്റ്റെയിനും എറിയണം. ഓക്കെ, ക്രീസിൽ MS ധോണിയും ഡെയ്ൻ ബ്രാവോയും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെയിൽ സ്റ്റെയിനെ നമ്മൾ 2 ഓവറിൽ ഒരു 10-12 റണ്ണോ 15 റണ്ണ് എടുക്കുക, ബാക്കി റണ്ണെല്ലാം മറ്റുള്ള ബൗളേഴ്സിൽ നിന്ന് അടിച്ചെടുക്കാം എന്നൊരു പോയിന്റിലാണ് ഞാനൊരു CSK ഫാനും കൂടെ ആയതുകൊണ്ട് ഞാൻ മാച്ച് കാണുമ്പോൾ എൻ്റെ മൈൻഡിലുള്ളത്. 16ാമത്തെ ഓവർ എറിയാൻ വേണ്ടി വന്നത് കരൺ ശർമ്മയാണ്. കരൺ ശർമ്മ ഇപ്പോൾ RCBയുടെ ഭാഗമായിട്ടുള്ള ഒരു ലെഗ് സ്പിന്നറാണ്. കറൻ്റ്ലി RCBയുടെ ഭാഗമാണ്. ആ സമയത്ത് അയാൾ SRHന്റെ ഭാഗമായിട്ടുള്ള പ്ലെയർ ആയിരുന്നു. ആ സമയത്ത് കരൺ ശർമ്മ IPLലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ടൈമാണ്. ആൻഡ് ബിഗിനറാണ്. ഓക്കെ, അൺക്യാപ്ഡ് പ്ലെയറാണ്. ഇന്ത്യക്ക് വേണ്ടി ആ സമയത്ത് കളിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഒരു ബിഗിനർ ബോളറാണ്, ലെഗ് സ്പിന്നറാണ്. ഒബ്വിയസ്ലി ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓവറിൽ ടാർഗറ്റ് ചെയ്യണം, കരൺ ശർമ്മയെ ടാർഗറ്റ് ചെയ്യണം. കാരണം 2 ഓവർ ഡെയിൽ സ്റ്റെയിൻ വരാനുണ്ട്. അപ്പോൾ ആ 2 ഓവറിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ള ഓവറുകളിൽ വേണം അടിച്ചെടുക്കാൻ. പക്ഷേ ബോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സ്ട്രൈക്കിലുള്ളത് ഡെയ്ൻ ബ്രാവോ ആണ്. ഡെയ്ൻ ബ്രാവോയ്ക്ക് ക്യാപ്റ്റനായിരുന്ന MS ധോണിയിൽ നിന്ന് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓവറിൽ വിക്കറ്റ് പോകരുത്. ഓക്കെ, ഈ ഓവറിൽ വിക്കറ്റ് പോകരുത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കരൺ ശർമ്മ ലോക്കൽ ബോളറായിരുന്നു, അൺക്യാപ്ഡ് ബോളറായിരുന്നു. പക്ഷേ ആ മാച്ചിൽ അയാൾ ബ്യൂട്ടിഫുള്ളായി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഓവർ ചെയ്തിട്ട് ആ സമയം വരെ ആ വ്യക്തി കൊടുത്തിട്ടുള്ളത് 6 റൺസ് മാത്രമാണ്. അതായത് 3 ഓവറിൽ കേവലം 6 റൺസ് കൊടുത്തു നിൽക്കുന്ന ഒരു അൺക്യാപ്ഡ് ബോളറാണ്. അപ്പോൾ ധോണിയെ സംബന്ധിച്ചോളം ആ പ്ലെയർ അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നല്ല വിധത്തിൽ ബോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധോണി ഡെയ്ൻ ബ്രാവോയ്ക്ക് കൊടുത്തുള്ള മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവറിൽ ഒരു കാരണം വെച്ചാലും വിക്കറ്റ് നഷ്ടപ്പെടരുതെന്ന്. ഓക്കെ, ഈ ഓവറിൽ ഒരു കാരണം വെച്ചാലും വിക്കറ്റ് തന്നെ. അപ്പോൾ ഡെയ്ൻ ബ്രാവോ കരൺ ശർമ്മയെ ഫേസ് ചെയ്യാൻ അങ്ങനെ ഓൾമോസ്റ്റ് ടെസ്റ്റ് എങ്ങനെ ബാറ്റ് ചെയ്യുമോ അതുപോലെയാണ്. അയാൾ ഫോർവേഡ് ഡിഫൻസിൽ ഫ്രണ്ട് ഫുട്ട് വെച്ചിട്ട് ബാറ്റ് കൊണ്ട് ഫ്രണ്ടിൽ ടച്ച് ചെയ്ത് ഇടുകയും ചെയ്യണം. അതായത് റൺസിനെ പോലും ട്രൈ ചെയ്യുക, ഒരു സിംഗിളിനെ പോലും ഡെയ്ൻ ബ്രാവോ ട്രൈ ചെയ്തില്ല. അതായത് 16ാമത്തെ ഓവർ കളിക്കുന്നു, 5 ഓവർ 46 റണ്ണ് വേണം. 16ാമത്തെ ഓവർ കളിക്കുന്നു. ആ ഓവർ മെയ്ഡിനാണ് പോയത്. മെയ്ഡിൻ പോയത് കരൺ ശർമ്മ ഭയങ്കരമായിട്ട് ബോൾ ചെയ്തിട്ട് പോയതിനേക്കാളും ആ ഓവറിൽ റൺസ് ഒന്നും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വിക്കറ്റ് പോകരുത് എന്നൊരു സ്ട്രാറ്റജിയിലാണ് CSK അന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡെയ്ൻ ബ്രാവോ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയ്ൻ ബ്രാവോയ്ക്ക് ആ മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ളത് MS ധോണിയാണ്. കാരണം നോൺ സ്ട്രൈക്ക് എൻഡറിലുണ്ടായിരുന്നത് MS ധോണിയായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കളി കണ്ടുകൊണ്ടിരുന്ന എനിക്ക് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം കരൺ ശർമ്മ ഒരു ലോക്കൽ പ്ലെയറാണ്. ആ ലോക്കൽ പ്ലെയറെ ടാർഗറ്റ് ചെയ്യാതെ ഇനി അടുത്തത് വരാനിരിക്കുന്ന ഡെയിൽ സ്റ്റെയിനാണ്. നിങ്ങൾ ഡെയിൽ സ്റ്റെയിനെ എങ്ങനെ അടിക്കും? ഓക്കെ, ഡെയിൽ സ്റ്റെയിനെ എഗെയിൻസ്റ്റ് എങ്ങനെ സ്കോർ ചെയ്യും? കരൺ ശർമ്മയെ ഇങ്ങനെ മുട്ടി നിൽക്കണം. അതായത് 16ാമത്തെ ഓവർ
നോ റൺ, 0 റണ്ണായിരുന്നു. 0 റണ്ണ് മാത്രമല്ല, ഫുൾ ഫ്രണ്ടിലേക്ക് ടെസ്റ്റ് കളിക്കുന്ന പോലെ ഫ്രണ്ട് ഫുട്ട് വെച്ച് ഡിഫെൻഡ് ചെയ്തിട്ടാണ് ഡെയിൻ ബ്രാവോ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഒരു ഫാൻ എന്ന രീതിയിൽ എനിക്ക് ദേഷ്യം വളരെ തോന്നി. എങ്ങനെ ഇവർ 4 ഓവർ, ഇനി വേണ്ടത് 4 ഓവറിൽ 46 റൺ, അതായത് 4 ഓവറിൽ 46 റൺ വേണം. അതിൽ 2 ഓവർ ഡെയിൽ സ്റ്റെയിൻ ആയിരുന്നു. ഓക്കെ, പക്ഷേ ധോണിയുടെ കണക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും മേലെയാണ്. അതായത് നമ്മളൊക്കെ വെറും കേവലം ഫാനാണ് അല്ലേ, ക്രിക്കറ്റ് മാച്ച് കണ്ട് ഫാൻ ആവുന്ന വ്യക്തിയാണ്. ആ മനുഷ്യൻ കൊല്ലങ്ങളായി ചെയ്യുന്ന പരിപാടിയാണ് ഈ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫിനിഷിങ് പറഞ്ഞാൽ. ധോണി ആ സിറ്റുവേഷനും അയാൾ ചിന്തിച്ചത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ അടുത്ത 2 ഓവറിൽ ഡെയിൽ സ്റ്റെയിൻ വന്നു. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ഓവറുകളിലായിട്ട് ഡെയിൽ സ്റ്റെയിൻ 2 ഓവർ ചെയ്തപ്പോൾ ഡെയിൽ സ്റ്റെയിനെ എയറിലാക്കി വിടുകയാണ് ചെയ്തത് ധോണി. ഓക്കെ, 6-ലൂടെ. ഓക്കെ, അങ്ങനെ ധോണി ആ മാച്ച് ഫിനിഷിങ് ചെയ്തു. ഓക്കെ, അപ്പോൾ ധോണി മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഓക്കെ, ധോണി മാത്രമേ, അതായത് 16ാമത്തെ ഓവറിൽ 5 ഓവറിൽ 46 റണ്ണ് ആവശ്യം വരുന്ന സമയത്തും ഒരു ബോളർ ഏറ്റവും മികച്ചതായി, അതായത് ഒരു ലോക്കൽ ബോളറാണ്. ഓക്കെ, കരൺ ശർമ്മ എന്ന് പറയുന്ന ഒരു അൺകേപ്ഡ് ആയിട്ടുള്ള ഒരു ലോക്കൽ ബോളറാണ്. ആ ബോളർക്ക് എഗെയിൻസ്റ്റ് വിക്കറ്റ് നഷ്ടപ്പെടാതെ മെയ്ഡൻ പോയാലും കുഴപ്പമില്ല എന്ന ലെവലിൽ ചിന്തിക്കാൻ ധോണി മാത്രമേ ചെയ്യുള്ളൂ. മറ്റേത് ബാറ്റ്സ്മാൻ ആണെങ്കിൽ ശരി, മറ്റേത് പ്ലെയർ ആണെങ്കിൽ ശരി, ആ സിറ്റുവേഷനിൽ ഡെയിൽ സ്റ്റെയിൻ വരുന്നു അടുത്തത്, അപ്പോൾ ഈ ബോളറെ അറ്റാക്ക് ചെയ്താലേ നടക്കുകയുള്ളൂ എന്ന രീതിയിൽ എല്ലാ ബാറ്റ്സ്മാൻമാരും ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുക. പക്ഷേ ധോണി മാത്രമേ ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാരണം കരൺ ശർമ്മയ്ക്ക് ഫുൾ റെസ്പെക്റ്റ് കൊടുക്കണം. അതായത് ഓൾമോസ്റ്റ് കരൺ ശർമ്മ 4 ഓവർ എന്തോ ചെയ്തിട്ട് 6-8 റണ്ണ് ആ കളിയിൽ കൊടുത്തിട്ടുള്ളൂ. അതായത് ഒരു ലോക്കൽ പ്ലെയറിനെ റെസ്പെക്റ്റ് ചെയ്യും, എന്നാൽ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറെ ധോണി അറ്റാക്ക് ചെയ്യണം. അതായത് ഇൻ്റർനാഷണൽ പ്ലെയറായിട്ട് ഡെയിൽ സ്റ്റെയിനെ അറ്റാക്ക് ചെയ്യാൻ പോകണം, എന്നാൽ ലോക്കൽ പ്ലെയറെ അയാളെ റെസ്പെക്ട് ചെയ്യണം. ധോണി എപ്പോഴും നോക്കുന്നത് ആ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കണമെന്നാണ്. ഓക്കെ, അതായത് ഇൻ്റർനാഷണൽ ബൗളറാണോ ലോക്കൽ ബൗളറാണെന്നല്ല, ആരാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ആ സിറ്റുവേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ധോണി ചെക്ക് ചെയ്യുക. അതുകൊണ്ട് ചിലപ്പോൾ ലോക്കൽ പ്ലെയർക്കെതിരെ ധോണി ഡിഫൻസിൽ നിൽക്കും, ഇൻ്റർനാഷണൽ പ്ലെയറെ ചിലപ്പോൾ 6 അടിച്ച് എയറിലാക്കുകയും ചെയ്യും. ഈ കഴിവ് ധോണിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മെജോറിറ്റി പീപ്പിൾസിനും അറിയില്ല. നമ്മൾ കളി കൊണ്ടിരിക്കുന്നതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് വേൾഡ് ബെസ്റ്റ് ബൗളർ ലോക്കൽ ബൗളറാണ്. പക്ഷേ ധോണി അവിടെ കളിക്കുമ്പോൾ ധോണിക്കറിയാം ആര് മികച്ചതായി ചെയ്യുന്നു, ആര് മികച്ചതായി ചെയ്യുന്നില്ല എന്ന്. അടുത്ത 2 ഓവർ വന്നു, ഡെയിൽ സ്റ്റെയിൻ വന്നു, 4 ഓവറിൽ സൂപ്പറായിട്ട് ധോണി അത് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മഹേന്ദ്ര സിംഗ് ധോണി എങ്ങനെ ചിന്തിക്കണമെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അത് മറ്റൊരാൾക്കും ചിന്തിക്കാൻ കഴിയില്ല. അയാളുടെ ഫീൽഡ് പ്ലേസിംഗ് ആണെങ്കിൽ ശരി, എന്താണെങ്കിലും ശരി, അത് ആ വ്യക്തി മാത്രമേ ചിന്തിക്കുള്ളൂ. അതുപോലെ വേറൊരു ക്രിക്കറ്ററും അതുപോലെ ചിന്തിച്ചെന്ന് വരില്ല, വേറൊരു പീപ്പിൾസും അതുപോലെ ചിന്തിക്കില്ല. ധോണി ചിന്തിക്കും. അതായത് ധോണി എപ്പോഴും ഒരു പരസ്യത്തിൽ പറഞ്ഞത്, എക്സ്പേർട്ട് ടോൾഡ് മീ ടു ഗോ വിത്ത് ലെഗ് സ്പിന്നർ ബട്ട് ഐ ഹാവ് അതർ ഐഡിയാസ്. അതായത് ലാസ്റ്റ് ഓവറിൽ ജോഗിന്ദർ ശർമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് മറ്റൊരാൾക്ക് ബോൾ കൊടുക്കാനായിരുന്നു. ഹർഭജൻ സിംഗ് ആണ് തോന്നുന്നുണ്ട്, ഹർഭജൻ സിംഗിന് ബോൾ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ധോണിക്ക് വേറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. ധോണി എപ്പോഴും ധോണിയുടെ രീതിയിലാണ്. പക്ഷേ അങ്ങനെ ഗട്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കാം, സ്വന്തം ഡിസിഷൻ എടുക്കാൻ വളരെയധികം ഗട്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കാം മഹേന്ദ്ര സിംഗ് ധോണി ഈ ഒരു വലിയ പീക്ക് അച്ചീവ് ചെയ്തിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആ ഗട്ട്സ് മെജോറിറ്റി പീപ്പിളുകളിൽ ഇല്ല. അവർ നോർമലായിട്ടാണ് ചിന്തിക്കുക. ഇപ്പോൾ നോർമലായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ കരൺ ശർമ്മയെ അറ്റാക്ക് ചെയ്യാനേ പോയിട്ടുണ്ടാവുള്ളൂ, ഡെയിൽ സ്റ്റെയിനെ പേടിച്ച് നിന്നുണ്ടാവും. പക്ഷേ ധോണി മറ്റൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കരൺ ശർമ്മയ്ക്കെതിരെ മെയ്ഡൻ ഓവർ കൊടുത്തിട്ട് ഡെയിൽ സ്റ്റെയിന് അഗെയിൻസ്റ്റ് അറ്റാക്കാണ് ചെയ്തിട്ട്. നോ റീസൺ ഹി ഈസ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫിനിഷർ ഇൻ ദ വേൾഡ്.